ഈ പാവപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ മയ്യിത്ത് കട്ടിലിൽ കയറുന്നൊരു സമയമുണ്ട്. നമ്മൾ കട്ടിലിന്റെ മേലെ കിടത്തപ്പെടുന്നൊരു സമയമുണ്ട്. സ്വന്തം കുളിക്കാൻ കഴിയാത്തൊരു സമയമുണ്ട്. സ്വന്തം വൃത്തിയാക്കാൻ കഴിയാത്തൊരു സമയമുണ്ട്. എല്ലാ കാറിലും എല്ലാ ഹെലികോപ്റ്ററിലും കയറിയ മനുഷ്യൻ മയ്യിത്ത് കട്ടിലിൽ കയറിയിട്ട് പോകുന്നൊരു സമയമുണ്ട്. ആ മയ്യിത്ത് കട്ടിലിൽ കയറി പോകുമ്പോൾ എല്ലാ ദുഷിച്ചതാവും അവിടെ വെച്ചതാ ഖേദിച്ചുപോയി. കബറാകുന്നൊരു വീട്ടിൽ പോയി കിടക്കാനുണ്ട്. അവിടെ ആ മണ്ണിൽ കൊണ്ടുപോയി ചളിമണ്ണ് കൊണ്ടുവന്ന് കബൽത്തരത്തിൽ ചേർത്ത് വെക്കുമ്പോൾ അതാ മുഴുവൻ അഹങ്കാരങ്ങളും നീങ്ങിപ്പോയി. പിന്നെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ വെറും ഒരു ചാട് മാത്രമോ ഒരു മൈൽ മാത്രമോ മേലെ ഉദിപ്പിക്കുന്നു. വിയർപ്പിൽ മുങ്ങുന്ന സമയത്ത് കൈകടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ നടന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്ന് ജീവിച്ച് മരിക്കണം കേട്ടോ. നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്. തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിസാരപ്പെടുത്തരുത്. നമ്മൾ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ സംഘടനാ സങ്കുചിതത്വമോ ഉള്ളതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തെ കേടാകുന്നൊരു വാക്കും നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു പോകരുത് കേട്ടോ. റബ്ബിന്റെ കോടതിയിൽ നാവിനെ വിചാരണ ചെയ്യുന്നൊരു സമയമുണ്ട്. ഏത് മനുഷ്യരെയും അതേ അല്ലാഹുവിന്റെ ഖുർആന് പറഞ്ഞിട്ടില്ലേ അവിശ്വാസികളെ കുറിച്ച്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാവിന് കളവ് പറയുന്ന നാവിന് സീൽ വെച്ചുപോയി, കൈകൾ സാക്ഷി പറഞ്ഞു പോയി, കൈകൾ സംസാരിച്ചു പോയി, കാലുകൾ സാക്ഷി പറഞ്ഞു പോയി. ആ രംഗത്തെ കുറിച്ചുള്ള ബോധം നമ്മുടെ കൽവിലുള്ള വിധത്തിലല്ലാതെ നമ്മുടെ ജീവിതം നയിക്കരുതെന്ന് എല്ലാ മുഅ്മിനീങ്ങളോടും വിനയത്തോടെ ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, നിങ്ങളെ മജ്‌ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ.